Very good morning to all. Today we will discuss about management skills. So management skills can be defined as certain attributes or abilities that an executive should possess in order to fulfill specific tasks in an organization. They include the capacity to perform executive duties in an organization while avoiding crisis situations and promptly solving problems when they occur. So management skills can be defined as management സ്കില്ലിനെ നമുക്ക് ഡിഫൈൻഡ് ചെയ്യാം എങ്ങനെ certain attributes or abilities ചില കഴിവുകൾ that an executive should possess ഒരു എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കേണ്ട ചില കഴിവുകൾ എന്തിനു വേണ്ടിയിട്ടാണ് in order to fulfill the specific task in an organization ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്ഥാപനത്തിലെ ജോലികൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്തു തീർക്കുന്നതിന് ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കേണ്ട കഴിവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് ദ കപ്പാസിറ്റി ടു പെർഫോം എക്സിക്യൂട്ടീവ് ഡ്യൂട്ടീസ് ഇൻ എൻ ഓർഗനൈസേഷൻ. എന്താണ് ഒരു ഓർഗനൈസേഷനിലെ എക്സിക്യൂട്ടീവ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി കഴിവ്. വൈൽ അവോയ്ഡിങ് ക്രൈസിസ് സിറ്റുവേഷൻസിൽ എന്താണ് ക്രൈസിസ് സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക, പ്രോംപ്റ്റ്ലി സോൾവിങ് പ്രോബ്ലംസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, ക്രൈസിസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനൊക്കെ എന്ത് ചെയ്യുക ഒഴിവാക്കുക, ഒരു എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക ഓർഗനൈസേഷനിലെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുക. ഇതിനൊക്കെയുള്ള കഴിവിനെയാണ് അല്ലെങ്കിൽ ഇതിനൊക്കെയുള്ള കഴിവുകളൊക്കെ ഏതിൽ ഉൾപ്പെടുന്നുണ്ട് മാനേജ്മെൻറ്റ് സ്കില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. So management skills can be developed through learning and practical experience as a manager എന്നാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് സ്കില്ലിനെ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? വി ക്യാൻ ബി ഡെവലപ്ഡ് ത്രൂ ലേണിംഗ്, പഠനത്തിലൂടെയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയും ഒരു മാനേജർ എന്നുള്ള രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെയും ലേണിങ്ങിലൂടെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മാനേജ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ദ സ്കിൽ ഹെൽപ്പ് ദ മാനേജർ ടു റിലേറ്റ് വിത്ത് ദെയർ ഫെലോ കോ വർക്കേഴ്സ് and know how to deal well with their subordinates which allows for the easy flow of activities in the organization. The skill help the manager എന്ത് ചെയ്യുന്നു ഈ ഒരു സ്കില്ല് മാനേജ്മെൻറ്റ് സ്കില്ല് എന്ത് ചെയ്യുന്നു മാനേജറെ ഹെൽപ്പ് ചെയ്യുന്നു എന്തിനാണ് ടു റിലേറ്റ് വിത്ത് ദെയർ ഫെലോ കോ വർക്കേഴ്സ് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുന്നതിനും ആൻഡ് നോ എന്ത് അറിയുന്നതിന് എങ്ങനെ ഹൗ ടു ഡീൽ വെൽ വിത്ത് ദെയർ സബോർഡിനേറ്റ്സ് അവരുടെ സബോർഡിനേറ്റ്സ് ഒക്കെ ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, വിച്ച് അലൗ ഫോർ ദ ഈസി ഫ്ലോ ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് രണ്ടും എന്താണ് ആക്ടിവിറ്റി ഈ രണ്ട് കാര്യങ്ങളും അതായത് കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളോട് അല്ലെങ്കിൽ കൊളീഗായിട്ടുള്ള ആളുകളോട് ഏത് രീതിയിൽ ഇടപെടണം, സബോർഡിനേറ്റ്സിന് എങ്ങനെ ഡീല് ചെയ്യണം, ഇതൊക്കെ എന്താണ് ഒരു ഓർഗനൈസേഷനെ വർക്കിൻ്റെ ഈസി ഫ്ലോയെ എന്ത് ചെയ്യുന്നു സഹായിക്കുന്ന കാര്യങ്ങളാണ്. സോ ഗുഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് ആർ വൈറ്റൽ ഫോർ എനി ഓർഗനൈസേഷൻ ടു സക്സീഡ് ആൻഡ് അച്ചീവ് ഇറ്റ്സ് ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഒരു നല്ല മാനേജ്മെൻറ്റ് സ്കിൽസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഓരോ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് നല്ല മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നല്ല മാനേജ്മെൻറ്റ് സ്കില്ലിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഓർഗനൈസേഷൻസ് അവരുടെ ഗോളും അവരുടെ ഒബ്ജക്റ്റീവ്സും ഒക്കെ എന്ത് ചെയ്യുന്നത് നേടിയെടുക്കുന്നത്. സോ എ മാനേജർ ഹു ഫോസ്റ്റേഴ്സ് ഗുഡ് മാനേജ്മെൻറ്റ് സ്കിൽസ് ഈസ് ഏബിൾ ടു പ്രൊപ്പൽ ദ കമ്പനീസ് മിഷൻ ആൻഡ് വിഷൻ ഓർ ബിസിനസ് ഗോൾസ് forward with fewer hurdles and objections from internal and external sources. അപ്പം എ മാനേജർ ഹു ഫോസ്റ്റർ ഗുഡ് മാനേജ്മെൻറ്റ് സ്കിൽ എന്നാണ് നല്ല മാനേജ്മെൻറ്റ് സ്കില്ല് ഫോസ്റ്റർ ചെയ്യുന്ന നല്ല പരിപോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ വളർത്തുന്ന ഒരു മാനേജർക്ക് ഹീസ് ഏബിൾ ടു പ്രൊപ്പൽ ദ കമ്പനീസ് മിഷൻ എന്താണ് കമ്പനിയുടെ മിഷനും വിഷനും അതേപോലെ ബിസിനസ് ഗോളും ഒക്കെ ഏൺ ചെയ്യാൻ അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നു നല്ല മാനേജ്മെൻറ്റ് സ്കിൽസ് ഒരു മാനേജറെ എന്ത് ചെയ്യും പ്രാപ്തമാക്കും. അയാൾക്ക് എന്തുണ്ടാവില്ല കുറഞ്ഞ ഫ്യൂവർ ഹഡിൽസേ ഉണ്ടാവുള്ളൂ. ഒബ്ജക്ഷൻസും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും അതായത് ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടുമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യും കുറവായിരിക്കും. കാരണം എന്താണ് അയാളെടുത്ത് എന്തുണ്ടാവും ഹി ഹാസ് ഫോസ്റ്റേഡ് ഗുഡ് മാനേജ്മെൻറ്റ് സ്കിൽ, അയാൾ നല്ല മാനേജ്മെൻറ്റ് സ്കിൽ വളർത്തിയെടുത്ത ആളായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സും മിഷനും വിഷനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും നേടിയെടുക്കുവാൻ സാധിക്കും.
ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽ. പ്രധാനമായിട്ടും 3 തരത്തിലാണ് മാനേജ്മെൻറ്റ് സ്കില്ല് പറയുന്നത്. ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സ്കിൽ: ടെക്നിക്കൽ സ്കിൽസ്, കൺസെപ്ച്വൽ സ്കിൽസ്, ഹ്യൂമൻ ഓർ ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇതാണത് പ്രധാനമായിട്ടുള്ള 3 തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്കിൽസ്. ടെക്നിക്കൽ സ്കിൽസ്, അതേപോലെ ഇൻ്റർപേഴ്സണൽ സ്കില്ല്, കൺസെപ്ച്വൽ സ്കിൽസ്. ഓക്കെ, ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. Technical skills. Technical skills involve skills that gives the managers the ability and the knowledge to use a variety of techniques to achieve their objectives. അപ്പോൾ ടെക്നിക്കൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇൻവോൾവ്സ് ദ സ്കിൽസ് ദാറ്റ് ഗിവ് ദ മാനേജർ ദ എബിലിറ്റി ടു ദ നോളജ് ടു യൂസ് വെറൈറ്റി ഓഫ് ടെക്നിക് ടു അച്ചീവ് ദെയർ ഒബ്ജക്റ്റീവ്സ്. അതായത് മാനേജറുടെ ഒബ്ജക്റ്റീവ്, അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള ടെക്നിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സ്കില്ല് എന്ത് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യാനുള്ള സ്കില്ലിന് ആണ് നമ്മളെന്ത് പറയുന്നത്, ടെക്നിക്കൽ സ്കിൽ എന്ന് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വിവിധ തരം ടെക്നിക്കുകൾ ഫലപ്രദമായിട്ട് എങ്ങനെ യൂസ് ചെയ്യുവാൻ സാധിക്കും എന്ന് അറിയുന്ന ആ സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുന്നത്. These skills not only involve the operating machines and software, production tools and piece of equipment, but also the skills needed to boost sales or design different types of product and services and market the services in the services and the products. എന്താണ് ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഒരു മെഷീൻ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനോ പ്രൊഡക്ഷൻ ടൂൾസോ അതേപോലെ എന്താണ് പീസ് ഓഫ് എക്യുപ്മെൻറ്റ്, അങ്ങനെ അത് മാത്രമല്ല അതിലെന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണ്, സെയിൽസ് ബൂസ്റ്റ് ചെയ്യുക, ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, ആൻഡ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ആൻഡ് മാർക്കറ്റ് എന്താണ് സർവീസസ് ദാറ്റ് ആൻഡ് ദ പ്രോഡക്റ്റ് എന്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ള എന്താണ് പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിൽ വരുന്നതാണ്, ടെക്നിക്കൽ സ്കില്ലിൽ വരുന്നതാണ്. അടുത്തതാണെന്ത്, കൺസെപ്ച്വൽ സ്കിൽ. ദീസ് ഇൻവോൾവ്സ് ദ സ്കിൽസ് മാനേജർ പ്രസൻറ്റ് ഇൻ ടേംസ് ഓഫ് ദ നോളജ് ആൻഡ് എബിലിറ്റി ഫോർ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് ഐഡിയാസ്. ദ മാനേജർ ഈസ് ഏബിൾ ടു സീ an entire concept, analyze and diagnose a problem and find creative solutions. This helps the manager to effectively predict the hurdles their department or the business as a whole may face. അപ്പോൾ നോക്കുക, ദിസ് ഇൻവോൾവ്സ് ദ സ്കിൽസ് മാനേജർ പ്രസൻറ്റ് ഇൻ ടേംസ് ഓഫ് ദ നോളജ് ആൻഡ് എബിലിറ്റി ഫോർ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ഓർ ഫോർമുലേറ്റിംഗ് ഐഡിയാസ്. അതായത് ക്രിട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും അതേപോലെ എന്താണ് ഫോർമുലേറ്റിംഗ് ഐഡിയാസ്, എന്താണ് എന്തെങ്കിലും ഐഡിയകളൊക്കെ ജനറേറ്റ് ചെയ്യാനോ അതൊക്കെ ഉണ്ടാക്കുവാനുള്ള ഒരു എന്താണ് സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള നോളജ് ആൻഡ് എബിലിറ്റി ഉള്ള സ്കില്ലിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസെപ്ച്വൽ സ്കിൽ എന്ന് പറയുക. സോ ദ മാനേജർ ഈസ് ഏബിൾ ടു സീ ആൻ എൻറ്റയർ കൺസെപ്റ്റ്, അനലൈസ് ആൻഡ് ഡയഗ്നൈസ് എ പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ക്രിയേറ്റീവ് സൊല്യൂഷൻ. അപ്പോൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും എന്താണ് ഒരു ഐഡിയ ജനറേഷൻ ഉള്ള ഒരാളാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തം കൺസെപ്റ്റിനെയും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും, അതിനെ അനലൈസ് ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഡയഗ്നൈസ് ചെയ്യുക, എന്താണ് അതിനെ കണ്ടുപിടിക്കുവാൻ സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഫൈൻഡ് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ, എന്നാണ് ആ പ്രോബ്ലത്തിന് ആവശ്യമായുള്ള സൊല്യൂഷനും എന്ത് ചെയ്യും, അയാൾക്ക് സാധ്യമാവും. ദിസ് ഹെൽപ്സ് ദ മാനേജർ ടു ഇഫക്റ്റീവ്ലി പ്രെഡിക്റ്റ് ദ ഹാർഡിൽസ്. എന്നാൽ ഈ കൺസെപ്ച്വൽ സ്കില്ല് ഉള്ള മാനേജർക്ക് എന്താണ് സ്വാഭാവികമായിട്ടും എന്താണ് ഹി ക്യാൻ എന്താണ് ഇഫക്റ്റീവ്ലി പ്രെഡിക്റ്റ് ഹാർഡിൽസ് ദെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണ് ഓർ ദ ബിസിനസ് ആസ് ദ ഹോൾ മേ ഫേസ്. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആ മാനേജറുടെ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ആ ബിസിനസ് മൊത്തമായിട്ട് ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും എന്താണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ എന്താണ് അതും അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പം ഒരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ചെറിയ ക്ലാസ്സുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ടാവും. അപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മളൊരു പോർഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ചില ഏരിയകൾ നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ ചോദ്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്, നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആയതിനെ കൊണ്ടാണ്, കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേപോലെ നല്ലൊരു പ്രോബ്ലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൺസെപ്ച്വൽ സ്കില്ലുള്ള ഒരു മാനേജർക്ക് എന്തൊക്കെ ഹഡിൽസ് ആണ് ഇദ്ദേഹം മൂലം ഉണ്ടാവുക, ഒരു പ്രോബ്ലം ഇംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത്
അതിൻ്റെ കൺസെപ്റ്റ് ഉള്ള ഒരു മാനേജറാണ്, കൺസെപ്റ്റൽ സ്കിൽ ഉള്ള മാനേജറാണെങ്കിൽ ആ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ റെസിസ്റ്റൻസ് ആണ് എംപ്ലോയീസിൻ്റെ അടുത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യും, അയാൾ ആദ്യമേ മുൻകൂട്ടി കാണും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് കൺസെപ്റ്റൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്താണ് ഹ്യൂമൻ ഓർ ഇന്റർപേഴ്സണൽ സ്കിൽസ്. സോ ദ ഹ്യൂമൻ ഓർ ദ ഇന്റർപേഴ്സണൽ സ്കിൽസ് ആർ ദ സ്കിൽസ് that present the manager's ability to interact or work or relate effectively with the people. എന്താണ് ഇതെന്തുള്ള കഴിവാണ്? ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനേജറുടെ എബിലിറ്റി എന്താണ് ഇൻ്ററാക്ട് ചെയ്യുവാൻ വേണ്ടി, പരസ്പരം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സംസാരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത് വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് ഓർ റിലേറ്റ് എഫക്റ്റീവ്ലി വിത്ത് ദ പീപ്പിൾ, ആളുകളുമായിട്ട് ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള മാനേജറുടെ എന്താണ് സ്കില്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ ഓർ ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് പറയുന്നത്. ദീസ് സ്കിൽസ് എനേബിൾ ദ മാനേജർ ടു മേക്ക് യൂസ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ ഇൻ ദ കമ്പനി ആൻഡ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ഫോർ ബെറ്റർ റിസൾട്ട്. എന്താണ് കമ്പനിയിലുള്ള ഹ്യൂമൻ പൊട്ടൻഷ്യൽ, അതായത് കമ്പനിയിലുള്ള തൊഴിലാളികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായി യൂസ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ബെറ്റർ റിസൾട്ട് ഉണ്ടാക്കുവാനും എന്ത് ചെയ്യും, മാനേജർക്ക് സാധിക്കും. അതാണ് ഹ്യൂമൻ ഓർ ഇന്റർപേഴ്സണൽ സ്കിൽസ്. സോ ഇതാണ് പ്രധാനമായിട്ടുള്ള എന്താണ് 3 സ്കിൽസ് നീഡഡ്. ആൻഡ് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദ സെഷൻ പ്ലീസ് യു ക്യാൻ ആസ്ക്.